ഭദ്രകാളി കുടുംബം കലക്കി, തകിട്, കൂടോത്രം, ദുർമന്ത്രവാദം, ദുരാചാരം ഇതൊക്കെ പറഞ്ഞ് ആൾക്കാരെ മതം മാറ്റുന്ന ചില സംഘങ്ങൾ കേരളത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനാണ് കഴിഞ്ഞ ദിവസം പിടിവീണത്. അതും നിസ്സാരമായിട്ടല്ല, അന്തേവാസികളെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ പേരിലാണ്, കുട്ടികളെ ബാലവേല ചെയ്യിച്ചതിന് ഉപദ്രവിച്ചതിൻ്റെ പേരിലാണ് അവർ അകത്തായത് എന്നുള്ളതാണ്. പക്ഷേ അതിൽ ഈ പറയുന്ന ബിനു വാഴമുട്ടം എന്ന് പറയുന്ന പാസ്റ്റർ ഇപ്പോഴും കറങ്ങി നടപ്പുണ്ട്. അയാൾ ഇതുവരെ പിടിയിലായിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്താണ് ഇയാൾ പിടിയിലാവാത്തത്? ഇയാൾ പിടിയിലാവാത്തതിന് കാരണം ഉന്നത രാഷ്ട്രീയ ബന്ധമാണ്. മുഖ്യമന്ത്രി അടക്കം, ഇപ്പോൾ മുഖ്യമന്ത്രിയായ വി ഡി സതീശനടക്കം മുൻപ് ഇദ്ദേഹവുമായി ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഈ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ നടക്കുന്നത് വലിയ തട്ടിപ്പാണ്. അതുമാത്രവുമല്ല, വലിയ ക്രൂരതയാണ്. മതനിന്ദകൾ നടക്കുന്നുണ്ട്. അവിടെ ആൾക്കാരെ മതപരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതീവ ഗുരുതരമായിട്ടുള്ള വീഡിയോകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഒരു വീഡിയോയിൽ പറയുന്നത് അതിഗുരുതരമായ കാര്യങ്ങളാണ്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ VSPയുടെ സംസ്ഥാന നേതാവ് ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: ഭദ്രകാളി കുടുംബം കലക്കി, കൂടോത്രം, തകിട്, ആഭിചാരം, മതം മാറ്റം, മനം മാറ്റം നടത്തുന്ന ബിനു വാഴമുട്ടത്തിന് സാക്ഷ്യം പറയാൻ ഇടതു വലത് നേതാക്കന്മാരുടെ മത്സരം. ഇയാളുടെ പത്തനംതിട്ടയിലെ അഭയകേന്ദ്രമാണ് കഴിഞ്ഞ ദിവസം അന്തേവാസികളെ ക്രൂരമായി ഉപദ്രവിച്ചതിന് അടച്ചുപൂട്ടിയത്. കൂടോത്രം എന്നൊക്കെ പറഞ്ഞ് ഭദ്രകാളി കുടുംബം തകർക്കുന്ന ദൈവം എന്നൊക്കെ പറഞ്ഞ് ഒരു കുടുംബത്തിനെ ബിനു പേടിപ്പിക്കുന്ന വീഡിയോ കാണുക. അതിനകത്ത് ആ വീഡിയോ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ കൂട്ടുള്ള തരികിട പാസ്റ്റർമാരെ അല്ലേ യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ ക്രൈസ്തവരുടെ ശത്രു എന്ന് അനിൽ വിളയിൽ ചോദിക്കുന്നുണ്ട്. ഇയാൾക്കൊക്കെ ഇതിനെ ധൈര്യം കിട്ടുന്നതിൻ്റെ കാരണം കേരളത്തിലെ ഭരണ പ്രതിപക്ഷ മുന്നണികളുടെ നേതാക്കന്മാർ, നിങ്ങളുടെ സ്വന്തം MLAയും കാണാം. അതെ, മുഖ്യമന്ത്രി വി ഡി സതീശൻ മുതൽ രമ്യ ഹരിദാസ് വരെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ കള്ളനെ പോലെയുള്ള ആൾക്കാരുടെ അടുത്ത് ചെല്ലുകയും സാക്ഷ്യം പറയുകയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നതല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ, ചൂഷണങ്ങൾ, വിദേശ ഫണ്ട് വാങ്ങിയുള്ള മതപരിവർത്തനം, ഇതിൽ കൂടി സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരുമ്പോൾ സേവനത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുകയാണ് ഈ മാന്യന്മാർ. ദയയും ദാക്ഷിണ്യവും പ്രസംഗിച്ച് വൃദ്ധ അനാഥ കേന്ദ്രങ്ങളിൽ കാട്ടുന്ന കൊടും ക്രൂരതകൾ, കർത്താവെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നുവോ എന്നുള്ളതാണ് ഇതിനകത്ത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്ന കാര്യം. എന്താണ് ശരിക്കും ഇയാൾ പറയുന്നതെന്നറിയാമോ? ഒരു കുടുംബം വന്നു നിൽക്കുന്നു. ആ കുടുംബത്തിനകത്ത് ഒരു ഗൃഹനാഥനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, അദ്ദേഹത്തിൻ്റെ കുട്ടികളുണ്ട്, അദ്ദേഹത്തിൻ്റെ മറ്റു ബന്ധുക്കളോ ആരൊക്കെയോ ഒപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയിലാണ്. വഴിയിൽ മാത്രമല്ല, വഴി ഇങ്ങനെ കയറി വരുന്ന മുറ്റത്ത് ചെയ്തിട്ടുണ്ട്. ഓരോന്ന് ബന്ധനമാണെന്നാണ് പറയുന്നത്, ബന്ധിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങളുടെ പടിക്കെട്ടിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ സ്വസ്ഥത തകർക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ബന്ധുക്കളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഭീതി പരത്തുകയാണ്. ഭീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വിറ്റ് കാശാക്കുന്ന ഈ ഭീതി. ഈ കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഭീതിതമായിട്ടുള്ള പരിപാടിയാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന കൂടോത്രവും മന്ത്രവാദവും ഒക്കെ ഇന്ത്യയിലെ ഈ സംസ്കാരത്തിൽ മാത്രമാണോ ഉള്ളത്? അറബിക് മന്ത്രവാദം ഇല്ലേ? അറബിക് മന്ത്രവാദം ഉണ്ടല്ലോ. ആ അതുപോലത്തെ സംവിധാനങ്ങളില്ലേ? ഏത് ആഫ്രിക്കയിലുണ്ടല്ലോ ഈ പറയുന്ന സംവിധാനങ്ങൾ, ലാറ്റിൻ അമേരിക്കയിലുണ്ടല്ലോ ഇത്തരത്തിലുള്ള വമ്പൻ മന്ത്രവാദ സംവിധാനങ്ങൾ, യൂറോപ്പിലുണ്ടല്ലോ. ഈ പറയുന്ന പല സംവിധാനങ്ങളും ചൈനയിലുണ്ട്, ജപ്പാനിലുണ്ട്, ഈ പറയുന്ന കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ എല്ലായിടത്തും ഉണ്ട്. അന്ധവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യൻ തുടങ്ങിയ കാലം മുതൽ അവൻ്റെ ഭയത്തിൽ നിന്നുണ്ടായതാണ്. എന്നാൽ മനുഷ്യൻ പുരോഗമിക്കുകയും അവൻ്റെ ആത്മീയ ഉണർവ് അവൻ നേടുകയും ചെയ്യുമ്പോഴാണ് അവൻ ഇതിൽ നിന്ന് വ്യത്യസ്തനാവുന്നത്. ആ ആത്മീയ ഉണർവ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഭയത്തിൽ നിന്നുണ്ടാവുന്നതല്ല, ഭയമുക്തിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഭയം മാറുകയാണ് ചെയ്യുന്നത്. ഭയം മാറി ശുദ്ധമായിട്ടുള്ള വെളിച്ചം കടന്നു വരികയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഹൈന്ദവ സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്ന ആധ്യാത്മിക ഉയർച്ച ഉണ്ടാകുന്നത്. അവിടെയാണ് ഈ പറയുന്ന ഉപനിഷത്തുകളിലുള്ള യഥാർത്ഥ വെളിച്ചം മനുഷ്യ ജീവിതത്തിലേക്ക് എത്തുന്നത്. നീ ആരാണ് എന്നുള്ള ഉണ്മയിലേക്ക് കടക്കുന്നത്. അവിടെ ഞാൻ എന്താണ്, പരമാത്മ സ്വരൂപമാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ തന്നെയാണ് ഈശ്വരൻ്റെ പ്രതിരൂപമെന്ന് മനസ്സിലാക്കുന്നത്. ആ പ്രതിരൂപം എന്ന് പറയുന്ന ഈശ്വരനായിരിക്കുന്ന ഞാൻ സ്വയം തിരിച്ചറിയുകയും ഈ ലോകത്തോട് നന്മ ചെയ്യുകയും പൂർണ്ണ പ്രകാശിതമായി മാറുകയും ചെയ്യുമ്പോഴാണ് ദൈവമാകുന്നത്. അതാണ് സ്വയം ദൈവം എന്ന് പറയുന്നത്. അതാണ് അദ്വൈതം പറയുന്ന ഫിലോസഫി. ഈ പറയുന്ന തെറ്റിദ്ധാരണകളെല്ലാം മാറി പ്രപഞ്ചവും ഞാനും ഒന്ന് തന്നെയാണ് എന്നുള്ള ആത്യന്തിക ഉണ്മ തിരിച്ചറിയുന്നത്. പക്ഷേ ആ പറയുന്ന സൈദ്ധാന്തികമായ മൂല്യത്തിനെ തിരിച്ചറിയാൻ കഴിയാത്ത സാധാരണക്കാരായ മനുഷ്യരെ ഇവരെന്ത് ചെയ്യുന്നു? നിത്യമായിട്ട് ഇത്തരത്തിലുള്ള ഭയപ്പെടുത്തലുകളിലൂടെ തടവിലാക്കുന്നു. ഇവരോട് പറയുന്നു, ഞാൻ കാണുന്നു. ഇയാൾ പറയുകയാണ്, ഈ പാസ്റ്റർ നിന്നിട്ട് പറയുകയാണ്, ബിനു വാഴമുട്ടം എന്ന് പറയുന്ന പാസ്റ്റർ നിന്നിട്ട് പറയുകയാണ്, ഞാൻ ഇതെല്ലാം കാണുന്നു. ഇന്ന് രാവിലെ എനിക്ക് കർത്താവ് എല്ലാം കാണിച്ചു തന്നു.
കർത്താവ് ഇതെല്ലാം കാണിച്ചു തന്നു എന്നാണ് പറയുന്നത്. കർത്താവ് ഇങ്ങനെ ബന്ധിച്ചിരിക്കുന്ന കൂടോത്രം ചെയ്ത ആൾക്കാരെയൊക്കെ എനിക്കറിയാം, നിങ്ങളെ 10-25 പേര് കൂടോത്രം ചെയ്തിരിക്കുന്നു, ഒരുപാട് പേര് നിങ്ങളെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് പേടിപ്പെടുത്തി അവരെ ഭയത്തിലാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അതായത് പണ്ട് നമ്മൾ ഈ തോട്ടിൽ മീൻ പിടിക്കാൻ പോകില്ലേ, അപ്പോൾ നമ്മൾ തോട്ടിലേക്ക് ഇങ്ങനെ വലയിടുമ്പോൾ ഇല്ലെങ്കിൽ തോർത്ത് കൊണ്ട് ഇങ്ങനെ മീനിനെ പിടിക്കാൻ നേരത്തെ അപ്പുറത്ത് നിന്ന് ഒരാൾ മീനുകളെ ഓട്ടിക്കും. അതുങ്ങൾ അവിടുന്ന് ഭയന്നാണ് ഈ കെണിയിലേക്ക് വന്ന് കയറുന്നത്. അതേപോലെയാണ് ഈ മതം മാറ്റ മാഫിയ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഭയമാണ് ഇവർ വിൽക്കുന്ന ചരക്ക്, ഭയം മാത്രം, ഭയമല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. ആ ഭയമില്ലാത്ത ജനങ്ങളെ ഇവർക്ക് പേടിപ്പിക്കാൻ കഴിയില്ല. ഇത് തന്നെയല്ലേ മന്ത്രവാദികളും ഈ പറയുന്ന ഗൂഢക്രിയകളും ഒക്കെ ചെയ്യുന്നവർ ചെയ്യുന്നത്. ഇതേ ദുഷ്പ്രവൃത്തിയല്ലേ, ആൾക്കാരെ ഭയപ്പെടുത്തുക, പേടിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന തങ്ങളുടെ മതത്തിലേക്ക് കൊണ്ടുവന്ന് മതം മാറ്റം നടത്തി അവരെ ഈ പറയുന്ന യഥാർത്ഥ ഉണ്മ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അന്ധരാക്കി പെടുത്തുക എന്നുള്ളതാണ്. ഇവർക്ക് പിന്നെ അഭയം വേറൊന്നുമില്ല, ഇവർ അതിൽ പെട്ടുപോവുകയാണ്. ഈ പറയുന്ന കാളിയെ അപമാനിക്കുന്നു, കാളി കുടുംബം തകർക്കുന്ന ആളാണെന്ന് പറയുന്നു. ഇയാൾക്ക് കാളി ആരാണെന്നറിയാമോ? ശ്രീഭദ്രകാളി എന്താണെന്നറിയാമോ? അതെന്താണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. എന്നിട്ട് കൂടോത്രം എന്ന് പറയുന്നു, കൂടോത്രത്തിൽ കൂടെ ആൾക്കാരെ ഭീതിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഇല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യം, എന്തുകൊണ്ടാണ് ഇവർ ശരിയായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടും പല കാര്യങ്ങളും. എന്താണ് യഥാർത്ഥത്തിൽ, എന്താണ് ഈശ്വരീയത, എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നന്മ പറഞ്ഞു കൊണ്ടുവരാൻ ഇവർക്ക് കഴിവില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇവർക്ക് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ പറയുന്ന പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാനായിട്ട് അവർക്ക് മടിയാണ്, അവർക്ക് കഴിയില്ല. അത് അങ്ങനെയാണ് ഈ പറയുന്ന ടീമുകളാണ് എന്നിട്ട് മറ്റുള്ള എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് നോക്കൂ, നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രിസ്തീയ ആരാധനാലയത്തിന് മുന്നിൽ ചെല്ലുക, അവിടെ കൊടിമരം കാണും, ക്ഷേത്രത്തിലുണ്ടായിരുന്ന സാധനമാണ്. അതിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് കൽവിളക്ക് കാണും, നിലവിളക്ക് കാണും. ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന പരിപാടികളെല്ലാം ചെയ്യുന്നത്. അങ്ങനെയല്ല ഈ പറയുന്ന യഥാർത്ഥത്തിൽ ക്രിസ്തീയത എന്തിനാ മറ്റൊരു മതത്തിനെ മിമിക്കുക നടക്കുന്നത്? ഇപ്പോൾ പൊങ്കാല വരെ, തമിഴ്നാട്ടിൽ പൊങ്കാല വരെ ക്രിസ്തീയ സഭ ഏറ്റെടുത്ത് എന്നിട്ട് അന്നാവെള്ളം കൊണ്ട് തളിക്കുന്ന വീഡിയോ ഉണ്ട്. അന്നാവെള്ളം തളിച്ചിട്ട് ഈ പറയുന്ന പൊങ്കാല ഇട്ടു, യേശുവിന് പൊങ്കാല ഇടുന്നു എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇനി പ്രതിഷ്ഠ ചെയ്തൊരു കോവിലും കൂടെ വെച്ചു. എന്നാലും ഒരു രഥത്തിൽ യേശു നിൽക്കുന്ന ഒരു ഇത് വന്നായിരുന്നു, ചിത്രം പുറത്ത് വന്നായിരുന്നു. ഞാൻ അല്പം പഴയതാണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും ഞാനും ഒരെണ്ണം വാങ്ങിച്ചു, കൃഷ്ണനെ മാത്രം പോരല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ട്രോളുകളും വരുന്നുണ്ടായിരുന്നു. ഏതായാലും അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികൾ ഇവർ ഈ മതമാറ്റ മാഫിയകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ശരിയായ ഉണ്മ, ശരിയായ സത്യം, ഇതൊക്കെ പറഞ്ഞു വേണം ജനങ്ങളോട് കാര്യങ്ങൾ പറയാനായിട്ട്, സംസാരിക്കാൻ. അങ്ങനെ പറഞ്ഞാൽ ജനങ്ങളെ ഒപ്പം നിർത്താൻ കഴിയില്ല എന്നുള്ള ബോധ്യം ഇവർക്കുണ്ട്. യഥാർത്ഥ ഈശ്വരീയത എന്താണ്, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ എന്താണ്, അവൻ എന്താകുന്നു, അവൻ എന്തിൻ്റെ പ്രതിരൂപമാണ്, ഇതൊന്നും പറഞ്ഞു കൊടുക്കാനായിട്ട് ഇവർക്ക് കഴിയില്ല. അങ്ങനെയുള്ള ചില ഉണ്മകൾ അവരുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടും, അവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. അപ്പം നിത്യത എന്താണ് നിത്യാനിത്യ വിവേക വിചാരം, അതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നമാണ് ഇത്തരത്തിൽ സാധാരണക്കാരായ മനുഷ്യരെ മതം മാറ്റലിലേക്ക് നയിക്കുന്നത്. പണ്ട് ഒരു പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും, സിയോൺ കൂടാരത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ തൃശ്ശൂരിൽ. ലോകാവസാനമായി, നിങ്ങൾ വരിക, യേശു വീണ്ടും വരും, വീണ്ടും വന്ന് നിങ്ങളെ കൊണ്ടുപോകും, അപ്പോൾ നിങ്ങളുടെ കോടിക്കണക്കിന് സ്വത്തൊക്കെ വിൽക്കുക, അതൊക്കെ വിറ്റിട്ട് ഇവിടെ വന്നിട്ട് ഒരു ചെറിയ സെറ്റപ്പ് ഞങ്ങൾ തരും, അവിടെ താമസിച്ചു കൊള്ളുക, ഭാര്യയും ഭർത്താക്കന്മാരെയും രണ്ടിടത്തേക്ക് മാറ്റുന്നു. പിന്നെ എന്ത് നടക്കുന്നു, അവരെ അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടാനില്ല. നിരവധി പരാതികൾ വന്നല്ലോ പിന്നീട്. അവിടെ നടക്കുന്നത് ശുദ്ധ നിയമവിരുദ്ധ പ്രവർത്തനമാണ്, അവിടെ നടക്കുന്നത് മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പീഡനം നടക്കുന്നു, ബലാത്സംഗം നടക്കുന്നു, അവിടുത്തെ ആൾക്കാർ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ പരാതികൾ വന്നല്ലോ. വലിയ പത്രസമ്മേളനം വിളിച്ച് പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇതിനെതിരെ പുറത്തേക്ക് വന്നല്ലോ. അപ്പോൾ ഇതെല്ലാം ഒരേ മാഫിയയുടെ ആൾക്കാരാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടതാണ് എന്നുള്ളതാണ്. അതിനൊപ്പമാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ കൂട്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിൽ നടന്ന അവിടുത്തെ അന്തേവാസികളെ ക്രൂരമായി പീഡിപ്പിച്ച വാർത്തകൾ വെളിയിൽ വന്നു. കുട്ടികളെ ഉപദ്രവിച്ച വാർത്തകൾ, അവരെ മാരകമായി മർദ്ദിക്കുന്ന കാര്യങ്ങൾ വെളിയിൽ വന്നു. ഈ പറയുന്ന ഈശ്വരൻ്റെ പേര്, ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്രമണം ജനങ്ങൾക്ക് മേൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് വിദേശ ഫണ്ടുകളുണ്ടോ? ഇവർക്ക് എന്തൊക്കെ നിയമങ്ങളാണ് ഇവർ ലംഘിച്ചിരിക്കുന്നത്? മതനിർബന്ധിത മതം മാറ്റമാണ് ഈ പറയുന്ന ഭീഷണിപ്പെടുത്തി മതം മാറ്റുക എന്ന് പറയുന്നത്, പേടിപ്പിച്ച് ഭയപ്പെടുത്തി മതം മാറ്റുക എന്ന് പറയുന്നത്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഈ രാജ്യത്ത് അങ്ങനെ ഒരു നിയമമില്ല, മതം മാറ്റാൻ നിയമമില്ല. ഇവിടെ മതസ്വാതന്ത്ര്യത്തിനുള്ള നിയമമുണ്ട്, മതത്തിൽ ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ മതം മാറ്റാൻ ഇവിടെ ഒരു നിയമവും അനുമതി നൽകുന്നില്ല. ആ മതം മാറ്റൽ
വലിയ രീതിയിലുള്ള കുറ്റകൃത്യമാണ്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിനെ തമ്മിൽ താരതമ്യം ചെയ്യും. നിൻ്റെ മതമാണോ എൻ്റെ മതമാണോ നല്ലത്? അത്രയും നികൃഷ്ടതയുള്ള വേറെ ആരാ ഇവിടെ ഉള്ളത്? അത്രയും നികൃഷ്ടത. എൻ്റെ മതമാണോ നിൻ്റെ മതമാണോ ശരിയെന്ന് പറയാനായിട്ട്? യേശുവിൻ്റെ കയ്യിൽ ഇവന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ ഇവരെ ചാട്ടക്കടിച്ചു എന്ന് പറയില്ലേ, അതുപോലെ ചാട്ടക്കടിക്കും. യേശു അതാണ് പറഞ്ഞത്. യേശു കൃത്യമായിട്ട് എന്താണ്, എങ്ങനെ ആവണം മനുഷ്യനെന്നുള്ളതിൻ്റെ എല്ലാ ദൃഷ്ടാന്തങ്ങളും പങ്കുവെച്ച ആളാണ്. കൃത്യമായിട്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണ് അവനവൻ്റെ ആത്മീയത തിരിച്ചറിയേണ്ടത്, അവൻ ആത്മാവബോധം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് യേശുദേവൻ പറഞ്ഞത്. അപ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരം ആൾക്കാർ, ഈ ഇവാഞ്ചലിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഒരു കാര്യം ഇതെങ്ങനെയുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ നീചമായ പ്രവൃത്തിക്ക് പലപ്പോഴും മൗനാനുവാദം കൊടുക്കുകയാണ് ഇവിടുത്തെ പ്രമുഖമായിട്ടുള്ള ക്രിസ്തീയ സഭകൾ. അവർ മതം മാറ്റം നടക്കുന്നില്ല. ഇവിടെ റോമൻ കാത്തലിക്കരോ ഇല്ലെങ്കിൽ ഈ പറയുന്ന സിറിയൻ കാത്തലിക്കോ ഓർത്തഡോക്സ് സഭയോ എങ്ങനെ മതം മാറ്റം നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന ഇവാഞ്ചലിസ്റ്റുകൾ മതം മാറ്റാൻ നടക്കുന്നു. അവർക്കെതിരെ ആദ്യം ശബ്ദിക്കേണ്ടത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടത് ഇവിടുത്തെ ക്രിസ്തീയ സമൂഹമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അവിടേക്ക് BJP മാർച്ച് നടത്തിയിരുന്നു. അവിടുത്തെ അപ്പം ഞങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് അവിടെ വന്നു. അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്തരത്തിലാണ് അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇതിനെ തുറന്നു കാട്ടുന്ന വീഡിയോ ആണ് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഈ പറയുന്ന ബിനു വാഴമുട്ടം അടക്കമുള്ളവർ നടത്തിയിരിക്കുന്ന വളരെ ക്രൂരമായ ഈ പ്രവൃത്തികൾ, മതപരിവർത്തന പീഡന സ്വഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടണം. പൊതുസമൂഹം ഇതിനെതിരെ കർശനമായിട്ടുള്ള നിലപാടുകൾ എടുക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.